സ്വർണ്ണക്കടത്ത് മാഫിയ, സെക്സ് റാക്കറ്റ്, കൂടാതെ ലഹരിക്കടത്ത്. ഇത് മൂന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന പല സെലിബ്രിറ്റികളും ദുബായിൽ പോകുന്നത് ഇതിന് മൂന്നിനും വേണ്ടിയാണ് എന്നും നമ്മൾ പല വീഡിയോസിലും പലരുടെ റിയാക്ഷൻ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ കുറെ റെഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കണക്റ്റഡ് ആയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വീഡിയോ കട്ട് കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങളാണ് ദുബായിൽ ഇരുന്നിട്ട് ഈ മാഫിയയുടെ മെയിൻ നിങ്ങളുടെ മേലെ ഹെഡ് വേറെ ആരെങ്കിലും മലയാളി പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കടത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഗോൾഡ് സ്മഗ്ലിങ്ങും ഡ്രഗ്സ് ആണെങ്കിലും സെക്സ് ട്രാഫിക്കിങ്ങിലും എല്ലാം ഉപയോഗിക്കുന്നത് നിങ്ങളാണ് ബെൻസർ. ഇതെങ്ങനെയാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങളോട് നിങ്ങളാണ് ഇത് പറയുന്നതിന്റെ റീസൺ? റിഫ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു വ്യക്തിയുടെ പേരാണ് ബെൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ബെൻസർ എന്ന് ആരാണ് എന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടെ നിന്നും സെലിബ്രിറ്റികളെ ദുബായിലോട്ട് കൊണ്ടുപോവുകയും കുറച്ചുകൂടെ വലിയ സെലിബ്രിറ്റികൾക്ക് ഇവരെ കാഴ്ചവെക്കുകയും മീൻസ് ഒരു സെക്സ് റാക്കറ്റ്, അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ഇവർക്ക് കുറച്ച് എന്തെങ്കിലും കമ്മീഷൻ നടത്തിയിട്ട് ഈ ഒരു പരിപാടി അവിടെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ബെൻസർ എന്ന് പറയുന്ന വ്യക്തി. കൂടാതെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത്, കൂടാതെ ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയ, അങ്ങനത്തെ കുറെ അധികം ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മെയിൻ കണ്ണി അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മെയിൻ ഹെഡ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ബെൻസർ എന്ന് പറയുന്ന വ്യക്തി നിൽക്കുക. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു കൊലക്കേസ്, ഒരു പെൺകുട്ടി മരിച്ചത്. ഇതുപോലെ ഒരു കുട്ടിനെ കൊണ്ടുപോവുകയും കൂടാതെ ഈ ഒരു കുട്ടീനെ സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു കുട്ടീനെ സെക്സ് റാക്കറ്റിന്, അതായത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നിർബന്ധിക്കുകയും അതേ തുടർന്ന് ആ ഒരു പെൺകുട്ടിയെ, ആ കുട്ടിയെ താല്പര്യമില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി ഈ ഒരു ടീമിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും പിന്മാറിയെ തുടർന്ന് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ആ ഒരു കുട്ടിയെ കൊലപാതകം കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ മെയിൻ കണ്ണിയായിട്ടുള്ള ഈ ഒരു ബെൻസർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിലവിലുള്ളത്. നമുക്ക് റീസെന്റ് പുറത്ത് വന്നത് ഒന്ന് രണ്ട് ഇഷ്യൂസ് ആണ്. ഒന്ന് ഈ പറഞ്ഞ രേണു സുധിക്ക് സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധം, രണ്ടാമത്തെ നമ്മുടെ സജ്ന ഫിറോസിനെയും ഈ പറയുന്ന ടീമുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അതായത് സജ്ന തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫിറോസ്, ഇവർ തന്നെ, ഈ റസൂൽ പൂക്കുറ്റി, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സജ്ന ഇങ്ങനെ ഈ ദുബായിൽ പോയി ഇങ്ങനത്തെ ഒരു വലിയ മാഫിയയുടെ കീഴിൽ അടിമപ്പെടുകയും അവിടെ നിന്നും എങ്ങനെയോ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ റസൂൽ പൂക്കുറ്റി എന്നെ അതിൽ നിന്നും രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് സജ്ന തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം എന്ന് പറഞ്ഞാൽ ഈ എത്തപ്പെട്ടത് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം ഇവരുടെ ഇടയിലുള്ള വ്യക്തികളുടെ അടുക്കലേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ രേണു സുധിയെ പലരും ഈ പറയുന്ന സ്വർണ്ണക്കടത്തുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് പോയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഒരാളൊരു വീഡിയോ അയച്ചു തന്നു. ഈ ബെൻസറുമായിട്ട് രേണുവിന് എന്താണ് ബന്ധം എന്ന് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ രേണു ഇവിടെ നിന്ന് ദുബായിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇനാഗ്രേഷന്റെ പേരിലാണോ, അല്ലെങ്കിൽ ഇനാഗ്രേഷന്റെ പേരിൽ പോയി അവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടീമുമായിട്ട് എന്താണ് ബന്ധം, അത്രയ്ക്കും ക്ലോസ്ഡ് ആണ് എന്നുള്ളതിന് നമുക്കൊരു തെളിവ് രേണുവിന്റെ ഒരു ചാനലിൽ നിന്ന് തന്നെ കിട്ടാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ കറക്റ്റ് ആണോ നോക്കുക, നിങ്ങൾ ആദ്യം കണ്ട സെയിം വ്യക്തിയാണോ ഈ പറയുന്ന രേണുവിന്റെ കൂടെ നിൽക്കുന്നത് എന്ന്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീഡിയോ കണ്ടത്. അതായത് നമ്മൾ ഈ പറയുന്ന ചിലർ പറയാറുണ്ട് ദൈവം എവിടെയെങ്കിലും ഒരു കയ്യൊപ്പ് നമ്മൾ പോലും അറിയാതെ വച്ചിരിക്കും. നമ്മളൊരു കള്ളത്തരം ചെയ്യുമ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തലനാർ, ഒരു മുടിയായാലും മതി എന്ന് പറയുന്ന കണക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് കാണാനായിട്ട് ഇടയായി തീർന്നത്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുക. നിങ്ങൾ ആദ്യം കണ്ട ബെൻസറും ഈ പറയുന്ന രേണുവിന്റെ അടുത്ത് നിൽക്കുന്ന ബെൻസറും ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കുട്ടി എന്ന് പറയുന്നില്ല, ഈ പറയുന്ന കേരളത്തിൽ നിന്ന് പോയി ഈ പറയുന്ന സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബെൻസറിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് റിലേറ്റ് ചെയ്ത് കുറെ അധികം കാര്യങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാനും വിത്ത് എവിഡൻസ് എന്റെ കയ്യിൽ കിട്ടാനും ഇടയായിത്തീർന്നു. കാരണം ഈ സെലിബ്രിറ്റികൾ അവിടെ പോയിട്ട് അവർ ഈ പറയുന്ന സെക്സ് റാക്കറ്റ് എന്ന് പറയുന്ന സാധനം ഇതിൽ എത്ര രൂപയ്ക്കാണ് ഇവർ പേയ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്, നമ്മുടെ മലയാളികൾ പോലും ഈ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ചാടി വീണ് മറിഞ്ഞു കിടക്കുന്നു എന്നാണ് ഞാൻ കേൾക്കാനായിട്ട് ഇടയായി തീർന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പബ്ലിക്കായിട്ട് നമ്മുടെ സെലിബ്രിറ്റികൾ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ആയിരിക്കുന്ന ആളുകൾ ഇതിന്റെ ഇടയിലൊക്കെ നിന്ന് പ്രവർത്തിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ പുറത്ത് വന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ നിയമത്തിൽ നിന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ സാധിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇതിനു മുന്നേ ഈ സെയിം കുട്ടി എന്ന് പറയുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിന് ഈ ഒരു ക്യാൻസർ വന്നത് ശരിക്കും പറഞ്ഞപ്പോൾ ദൈവ നിശ്ചയം പോലെയാണ്. ഈ ഒരു ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ
നിന്നും മാറാനായിട്ട് ദൈവം കൊടുത്ത ഒരു അടിയായിട്ടാണ് ഈ ഒരു ക്യാൻസറിനെ ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നു ഇപ്പൊ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നില്ലായിരുന്നെങ്കിൽ രേണുവിന്റെ ജീവിതകാലം മുഴുവൻ ഇപ്പോൾ ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഇഷ്യൂ ഉണ്ടാകേണ്ട ഒരു സ്ഥാനത്ത് നിന്നും ദൈവം അവളെ രക്ഷിച്ചു എന്ന് പറയുന്നു. ഇത് റിലേറ്റ് ചെയ്ത് കരീഷ്മയോട് സംസാരിക്കാനായിട്ട് നോക്കുമ്പോൾ കരീഷ്മ കോൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല എന്നും ഈ ഒരു കുട്ടി പറയുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ആ മറ്റേ കുട്ടിയായിട്ട്, അതായത് അറിഫയാണെന്ന് തോന്നുന്നു കേട്ടോ, ആ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ സെയിം വ്യക്തി അല്ലെങ്കിൽ ഒരു സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം, ഈ ലഹരി, ഇതെല്ലാത്തിനെയും മെയിൻ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ സെലിബ്രിറ്റികൾ എങ്ങനെ എത്തുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ഈ ബിഗ് ബോസ് കയറ്റി, അതായത് ഈ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ ലൈഫിൽ ഒന്നും ഫൈറ്റ് ചെയ്ത് നമ്മൾ പലതും നേടാറുണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടാറുണ്ട്. ചുമ്മാ വെറുതെ ഓസിന് എന്തെങ്കിലുമൊക്കെ ഈ ചാൻസ് കിട്ടി ഈ ബിഗ് ബോസിൽ കയറി പിന്നെ സെലിബ്രിറ്റി ആണല്ലോ, അവർ സെലിബ്രിറ്റി ആണ്. ഓക്കെ, അങ്ങനെയുള്ളവർ ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ പേരിൽ പുറത്തിറങ്ങുന്നു. പിന്നെ ഈ പറയുന്ന ഇവിടെ ദുബായിൽ പോക്ക്, അവിടെ പോക്ക്, ഇവിടെ പോക്ക്, കുറെ അധികം സെലിബ്രിറ്റികളുടെ പേര് നമുക്കറിയാം. ഞാൻ എല്ലാവരുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ എനിക്ക് അവരങ്ങനെ പോകുന്നു. എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇറക്കി വിടുന്നത് സെലിബ്രിറ്റികൾ എന്നുള്ള പേരിൽ എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനെ അവർ മിസ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ. ഈ പേളിമാണിനൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, കൂടെ റെസ്പെക്ട് ആണ്. അവരുടെ ലൈഫ് അവരെങ്ങനെ, കാരണം ആ ഒരു ലെവലിൽ നിൽക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതല്ല ഈ പോപ്പ് അവിടെ എവിടെയും പിടിച്ച് കിടക്കുന്നതിനെ പിടിച്ച് സെലിബ്രിറ്റികളായിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇതിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ ഒരു സ്വർണ്ണക്കടത്ത്, ഈ പറയുന്ന സെക്സ് റാക്കറ്റ്, നമ്മുടെ കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുന്നു. ഈയിടെ കുറെ പെൺകുട്ടികൾ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ടീമിൽ എങ്ങനെ ഈ പറയുന്ന വ്യക്തി പോയി എത്തപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.